ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഴ തോരും മുമ്പേ എന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയുടെ നാളത്തെ സൂപ്പർ പ്രൊമോ വിശേഷത്തിലേക്ക് സ്വാഗതം. അതിനു മുമ്പ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാ ദിവസവും പുതുപുത്തൻ വിശേഷങ്ങളുമായിട്ട് എത്തുന്നതായിരിക്കും. അപ്പോൾ അതിനോടൊപ്പം നമ്മൾ കാറ്റത്തെ കിളിക്കൂടുന്ന പരമ്പരയുടെ വിശേഷങ്ങളും പറയുന്നുണ്ട്. അതും കൂടെ കയറി കാണാൻ നിങ്ങൾ മറക്കരുത്. അങ്ങനെ നാളത്തെ അലീനയുടെയും മനുവിൻ്റെയും കഥയിൽ നടക്കുന്ന അത്ഭുതകരമാകുന്ന ചില എപ്പിസോഡുകളാണ്. കാരണം നമ്മുടെ ശരണ്യയും ശരണ്യയുടെ അമ്മയും അതുപോലെ ഓട്ടോക്കാരൻ ഷാജിയും എത്തുകയാണ്. ആ നിറഞ്ഞ മനസ്സോടുകൂടി ലോകത്ത് അകത്തേക്ക് ക്ഷണിക്കുന്നു. അങ്ങനെ അകത്ത് വന്നിരിക്കുന്ന ശരണ്യയ്ക്കും ശരണ്യയുടെ അമ്മയ്ക്കും വലിയൊരു വേവലാതിയൊക്കെ ഉണ്ട്. കാരണം തൻ്റെ മോള് കാരണമാണല്ലോ രോഹിത് എന്ന ആ ചെറുപ്പക്കാരൻ ജയിലിൽ കിടക്കേണ്ടി വന്നത്. എന്നിട്ടും ഈ വീട്ടിലേക്ക് കയറി വന്നപ്പോൾ ഇനിയുള്ള അവരുടെ പ്രതികരണം എന്തായിരിക്കും? രോഹിത്തിൻ്റെ അച്ഛൻ്റെയും സഹോദരിമാരുടെയും അമ്മയുടെയൊക്കെ പ്രതികരണം എന്തായിരിക്കുമെന്നൊരു വലിയൊരു വ്യാകുലതയൊക്കെ അല്ലെങ്കിൽ ഒരു വലിയൊരു പേടിയൊക്കെ ശരണ്യയുടെ അമ്മയ്ക്കുണ്ട്. എന്നാൽ ശരണ്യ നിറഞ്ഞ മനസ്സോടുകൂടിയാണ് ഇരിക്കുന്നത്. കാരണം ശരണ്യയ്ക്കറിയാം അലീന ചേച്ചി അവിടെ ഉള്ളത് കൊണ്ട് തന്നെ തങ്ങൾക്ക് ഒരു ദോഷവും ഉണ്ടാകില്ല എന്നറിയാം. അതുകൊണ്ട് തന്നെ ധൈര്യത്തോടു കൂടി ഇരിക്കുന്ന ഈ സമയത്ത് ബബിത അറിയുന്നു, കൃഷ്ണമോൾ അറിയുന്നു. അങ്ങനെ ശരണ്യ എന്ന പെൺകുട്ടി അവിടെ വന്ന കാര്യം വേഗത്തിൽ പോയി അലീനയോട് പറയുക കേട്ടോ. ആ അലീനയോട് മാത്രമല്ല പറയുന്നത്, ബാലചന്ദ്രനോട് ചെന്ന് പറയാം. പെട്ടെന്ന് ബാലചന്ദ്രൻ്റെ ഒരു ഞെട്ടലായിട്ടാണ് തോന്നിയത്. കാരണം ഒരിക്കലും വിചാരിച്ചതല്ല ശരണ്യ അവിടേക്ക് മടങ്ങി വരുമോ അല്ലെങ്കിൽ വീട്ടിലേക്ക് വരുമെന്ന്. അപ്പോൾ ഒരു ബബിതയോട് ചോദിക്കുകയാണ്, ശരണ്യ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്, സത്യമാണോടി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ സത്യമാണെന്ന് വെച്ചാൽ ശരണ്യയും ഉണ്ട്, അതുപോലെ ശരണ്യയുടെ അമ്മയും പിന്നെ ഒരു ഓട്ടോക്കാരനും ഒക്കെ ഉണ്ടെന്ന് പറയാണ്. ഈ വാർത്ത കേട്ടത് പെട്ടെന്ന് വലിയ വെപ്രാളത്തോടു കൂടി നമ്മുടെ ബാലചന്ദ്രൻ അവരുടെ അടുക്കിലേക്ക് വരിക. അവരെ കാണുമ്പോൾ തന്നെ ബാലചന്ദ്രനെ കാണുമ്പോൾ തന്നെ ഒരു ഭയത്തോടു കൂടിയാണ് ശരണ്യയും അതുപോലെ ശരണ്യയുടെ അമ്മയും ചാടി എണീക്കുമ്പോൾ തന്നെ വലിയ സന്തോഷത്തോടു കൂടി അവരോട് ഇരിക്കാൻ പറയുന്നു. അങ്ങനെ വിശേഷങ്ങൾ ചോദിക്കുന്നു. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ അവരുടെ ബാലചന്ദ്രൻ്റെ ആ ഇടപെടൽ കണ്ടപ്പോൾ ശരണ്യയുടെ അമ്മയ്ക്ക് വലിയ അത്ഭുതം തോന്നുകയാണ്. കാരണം ഒരു പക്ഷേങ്കിൽ വലിയൊരു ചീത്തപൊടിയോ അല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങോട്ട് കയറി വന്നത് എന്നൊരു ചോദ്യം ഉണ്ടാകുമോ എന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേങ്കിൽ അതിന് വിപരീതമായിട്ടാണ് ബാലചന്ദ്രൻ്റെ ഇടപെടൽ അവരോടുണ്ടായത്. കാരണം ഇത് വിശ്വസിക്കാൻ കഴിയാതെ നിൽക്കുന്ന നമ്മുടെ ശരണ്യയുടെ അമ്മയോട് പറയാണ്, കാരണം നിങ്ങൾ വലിയൊരു മനസ്സിൻ്റെ ഉടമയാണ്, നിങ്ങൾക്ക് നന്മ മാത്രമേ വരത്തുള്ളൂ. കാരണം എൻ്റെ മോന് ഇപ്പോൾ ജയിലിൽ കിടക്കേണ്ട ഒരു വ്യക്തിയാണ്. നിങ്ങളുടെ വലിയ കാരുണ്യം കൊണ്ടാണ് അവനിന്ന് ഇത്രത്തോളം അല്ലെങ്കിൽ ഇത്രത്തോളം ഇവിടേക്ക് എത്തിയത്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അവനെ കാണാൻ കഴിഞ്ഞത് എന്ന് പറയുകയും അതിനോടൊപ്പം ശരണ്യനെ ചെന്ന് അഭിനന്ദിക്കുകയും ചെയ്യുന്ന ബാലചന്ദ്രനെ കാണാൻ. കാരണം ശരണ്യയോട് പറയാണ്, മോള് ആ കോടതിയിൽ സത്യം തുറന്ന് പറഞ്ഞതുകൊണ്ടാണ് എൻ്റെ മോന് ഇന്ന് രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ ആർക്കും രക്ഷിക്കുവാൻ കഴിയാത്ത വിധം അവൻ്റെ ജീവിതം തന്നെ താറുമാറായാനും എന്ന് പറയുകയും ശരണ്യയുടെ രണ്ട് കൈയും പിടിച്ചുകൊണ്ട് ഒരു ക്ഷമാപണം നടത്തി അതിനോടൊപ്പം നന്ദി പ്രകടിപ്പിക്കുന്ന ബാലചന്ദ്രനെയൊക്കെ നാളത്തെ എപ്പിസോഡിൽ നമ്മൾ കാണാൻ കഴിയുന്നുണ്ട്. അതിനുശേഷം കാണുന്നത് ഈ വാർത്ത വൈജയന്തി അറിയുമ്പോൾ പൊട്ടിത്തെറിക്കുന്ന വൈജയന്തിയെ കാണുന്നത്. എന്തിനാണ് അവരിങ്ങോട്ട് വന്നത്, എൻ്റെ മകനെ ചതിച്ച അവരെന്തിനാണ് ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കുമ്പോൾ ബബിതയും കൃഷ്ണമോളും പറയുന്നുണ്ട്, അത് അലീന ചേച്ചിയെ കാണാൻ വന്നതെന്ന് പറയുകയും അങ്ങനെ വൈജയന്തിക്ക് അത് ഒട്ടും സുഖിക്കാതെ വരികയും അങ്ങനെ അവരുടെ മുൻപിൽ ചെന്ന് അവരെ അടിച്ചിറക്കുവാനോ അല്ലെങ്കിൽ അവരെ ഇറക്കി വിടുവാനോ ശ്രമിക്കുമ്പോൾ ബബിതയും കൃഷ്ണമോളും അതിന് തടസ്സം നിൽക്കുകയും അങ്ങനെ കൃഷ്ണമോള് പറയാണ്, അമ്മേ ഒരു കാര്യം അമ്മ ഓർക്കണം, ഇന്ന് രോഗത്തിയേട്ടൻ ഇവിടെ ഇത്രയും സന്തോഷത്തോടു കൂടി സകല കാര്യങ്ങളും മറന്ന് ജീവിക്കുന്നുണ്ടെങ്കിൽ അത് ആ ശരണ്യ എന്ന പെൺകുട്ടിയുടെ ദയ കൊണ്ട് മാത്രമാണ്, ഔദാര്യം കൊണ്ട് മാത്രമാണ്. അതമ്മ ഇല്ലാതാക്കരുത്, ആ രോഗത്തിയേട്ടൻ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ എന്നൊക്കെ പറയുകയും അങ്ങനെ തടയാൻ അല്ലെങ്കിൽ ഇറക്കി വിടാൻ ശ്രമിക്കുന്ന വൈജയന്തിയെ കൂച്ചുവലം കിട്ടി നടത്തുന്ന കൃഷ്ണമോളും അതുപോലെ ബബിതേനെയൊക്കെ നാളത്തെ എപ്പിസോഡ് നമ്മൾ കാണാൻ കഴിയുന്നുണ്ട്. അതിനുശേഷം എന്തായാലും നിറഞ്ഞ മനസ്സോടു കൂടിയാണ് ഈ ശരണ്യയും അതിനോടൊപ്പം ശരണ്യയുടെ അമ്മയും അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ ശ്രമിക്കുന്നുണ്ടോ. അതിനോടൊപ്പം അതിന് ഇടയിൽ ഭാഗത്ത് നമ്മുടെ അലീനയെ കാണുവാൻ വേണ്ടി ഇവർ വേഗത്തിൽ ചെല്ലുന്നു. അങ്ങനെ അലീനയുമായിട്ട് ശരണ്യയെ കണ്ടുമുട്ടുന്ന ആ ഭാഗം തന്നെ വലിയ അത്ഭുതകരമാണ്. കാരണം സ്വന്തം സഹോദരിയെപ്പോലെ അല്ലെങ്കിൽ അമ്മയെപ്പോലെ കൂട്ടുകാരിയെപ്പോലെ ശരണ്യെ ഓടിച്ചെന്ന് അലീനയെ കെട്ടിപ്പിടിക്കുകയും വിശേഷങ്ങൾ ആരാഞ്ഞറിയുകയൊക്കെ ചെയ്യുന്ന ഒരു രസകരമാകുന്ന നിമിഷമുണ്ട്. പിന്നീടുള്ള കുറച്ച് നിമിഷം
ശരണ്യയും അലീനയും തമ്മിലുള്ള സംഭാഷണങ്ങളും കളിത്തമാശകളും അതുപോലെ അലീന ക്ഷീണിതയാണെങ്കിൽ പോലും അതിനെയൊക്കെ തരണം ചെയ്യുവാൻ ഒരു ധൈര്യം മറുഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ശരണ്യയിൽ നിന്ന് അലീനയ്ക്ക് ലഭിക്കുന്നതൊക്കെ നമുക്ക് നാളത്തെ എപ്പിസോഡിൽ കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ എന്തായാലും വലിയ സന്തോഷത്തോടു കൂടി ശരണ്യയും ശരണ്യയുടെ അമ്മയും ആ ഷാജിയും അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ശരണ്യയ്ക്ക് വലിയ ഓഫറുകൾ ബാലചന്ദ്രൻ നിൽക്കുന്ന ഒരു ഭാഗമുണ്ട്. അത് തുറന്നു പറയുന്നില്ലെങ്കിലും ശരണ്യയുടെ ജീവിതത്തിൽ ഇനി ഒരിക്കലും ഒരു സങ്കടകരമാകുന്ന അവസ്ഥയും ഉണ്ടാവില്ലെന്നും അവളുടെ പഠനത്തിന് യാതൊരു തടസ്സവും ഉണ്ടാവില്ലെന്നും ഭാവിക്കും യാതൊരു തടസ്സവും ഉണ്ടാവില്ല എന്നും ബാലചന്ദ്രൻ ഒരു വാക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ വാക്കിൻ്റെ ധൈര്യത്തിൽ അതൊന്നും പ്രതീക്ഷിച്ചല്ല ശരണ്യയുടെ അമ്മയും വന്നെങ്കിലും തിരിച്ചു പോകുമ്പോൾ നിറഞ്ഞ മനസ്സോടുകൂടി സകല സങ്കടവും മാറി സകല വേവലാതികളും മാറി സന്തോഷത്തോടു കൂടി മടങ്ങുന്ന ശരണ്യയുടെ അമ്മേനെയും ഒക്കെയാണ് കാണുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മുടെ രോഹിത്ത് ഈ ഷാജി എന്ന ഓട്ടോക്കാരനെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നത് തന്നെ അലീന ചേച്ചിയെ രക്ഷിച്ച വ്യക്തിയാണ് എന്ന് അറിഞ്ഞതിന് ശേഷമാണ്. അത് രോഗത്തിൽ പ്രകടമായി കാണാൻ കഴിയുന്നുണ്ട്. കാരണം അലീനയെ രക്ഷിച്ച ആ വ്യക്തിയെ നിറഞ്ഞ മനസ്സോടുകൂടി അകത്തേക്ക് ക്ഷണിക്കുന്നു. അങ്ങനെ നന്ദി പറയുന്ന രോഗത്തിനെയൊക്കെ നമുക്ക് നാളത്തെ എപ്പിസോഡിലും കാണുന്നുണ്ട്. അപ്പോൾ വീണ്ടും അടുത്ത ദിവസത്തെ വിശേഷവുമായി കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.